സോ വെൽക്കം ബാക്ക്. 25,000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 4 ഫോൺസാണ് ഈ ഒരു വീഡിയോയിലൂടെ മെയിനായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഈ ഒരു ലിസ്റ്റിൽ വരുന്ന ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറയുന്നത് മോട്ടറോളയുടെ എഡ്ജ് 50 ഫ്യൂഷൻ എന്ന ഫോണാണ്. ഈ ഒരു ഫോണിൻ്റെ ഒരു ബിൽഡ് പറയുകയാണെങ്കിൽ വീഗൻ ലെതർ ഫിനിഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ 6.7 ഇഞ്ചിൻ്റെ ഒരു OLED 120 ഹെർട്സിൻ്റെ ഒരു കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റേറ്റിംഗ് കാരണം തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൺ കിട്ടുന്നുണ്ട്. അതും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ക്യാമറ ആണെങ്കിൽ തന്നെ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 13 MB ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും റിയറിൽ കൊടുത്തിട്ടുണ്ട്. ഡുവൽ ക്യാമറ സെറ്റപ്പാണ് റിയറിൽ വരുന്നത്. 32 MB സെൽഫി ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 4K തന്നെ ഇതിൽ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ തന്നെ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ആൻഡ് സ്കോർ എന്ന് പറയുന്നത് 6 lakhിൻ്റെ എബോ ഒക്കെ തന്നെ വരുന്നത്. സോ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് കിട്ടുന്നുണ്ട് തന്നെ പറയാം. ഇനി ഇതിൻ്റെ ഒരു ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് കുറിച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. അതിൻ്റെ പ്രൈസ് 22,999 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ആയിട്ടൊരു വാല്യൂ ഫോർ മണി ഫോൺ ആയിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലെല്ലാം ഉണ്ട്. നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്, നല്ല ബാറ്ററി, നല്ല പെർഫോമൻസ്, IP68 റേറ്റിംഗ് ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്നുണ്ട്. 23,000 രൂപ റേഞ്ചിൽ തന്നെ. അപ്പം ആ റേഞ്ചിലൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഇനി ഈ ഒരു ലിസ്റ്റിലെ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ 13 Pro ആണ്. അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഗ്ലാസ് ബാക്കും വരുന്നുണ്ട്, വീഗൻ ലെതറും വരുന്നുണ്ട്. അതും കളർ ഡിഫറൻസിൻ്റെ ആ ഒരു കാര്യത്തിലാണ് ചേഞ്ച് വരുന്നത്. ഡിസ്പ്ലേ ആണെങ്കിൽ തന്നെ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120 ഹെർട്സിൻ്റെ ഒരു കർവ്ഡ് ആയിട്ട് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്, 8 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്, 2 MB ഡെപ്ത് ക്യാമറയും റിയറിൽ കൊടുത്തിട്ടുണ്ട്. 32 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. നമുക്ക് ഇതിലും 4K തന്നെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പെർഫോമൻസ് ആണെങ്കിൽ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 7S Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. ആൻഡ് സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 6,18,000 ഒക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിനും വരുന്നുണ്ട്. ഇനി ബാറ്ററി ആണ് തന്നെ 5200 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 23,999 കിട്ടുന്നതായിരിക്കും. ഓഫർ പ്രൈസാണ്. ക്യാമറ സെൻട്രിക്കും ഒരു പെർഫോമൻസും എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ് റിയൽമി 13 Pro എന്നുള്ളത്. ഇനി ഈ ഒരു ലിസ്റ്റിലെ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ X6 Pro എന്ന ഫോണാണ്. ഇതൊരു ബെസ്റ്റ് വാല്യൂ ഫോർ അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണ്. ഇതിനൊരു ഡിസൈൻ പറയുകയാണെങ്കിൽ വീഗൻ ലെതർ ആയിട്ടാണ് വരുന്നത്. 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ ആണെങ്കിൽ തന്നെ 64 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 MB അൾട്രാ വൈഡ് ക്യാമറയും 2 MB മാക്രോ ക്യാമറയും റിയറിൽ വരുന്നുണ്ട്. 16 MB സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ MediaTekൻ്റെ Dimensity 8300 അൾട്ര എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്ന പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇനി ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ് വെച്ച് പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഫോൺ ഒന്നിച്ച് വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി ലാസ്റ്റ് ഈ ഒരു ലിസ്റ്റിലെ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള 4ാമത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ നത്തിങ് ഫോൺ 2A ആണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. അങ്ങനെ വെറൈറ്റി ഡിസൈനൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ എടുക്കുക. ഇനി ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫ്ലാറ്റ് ആയിട്ട് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. കർവ്ഡും കാര്യങ്ങളൊന്നും വരുന്നില്ല. 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 MB അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 32 MB സെൽഫി ക്യാമറയാണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. ഇനി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ MediaTekൻ്റെ Dimensity 7200 Pro എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. പിന്നീട് ബാറ്ററി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി 45 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. പ്രൈസും വേരിയൻറ്റും പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 23,999 ആയിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നത്തിങ്ങിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ 4ഉം ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. സോ ക്യാമറയാണ് മെയിൻ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി 13 Pro എടുക്കാവുന്നതാണ്. സോ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. ബാക്കി പെർഫോമൻസ് ആണെങ്കിൽ തന്നെ പോക്കോ ഫോൺ അതുപോലെ തന്നെ നത്തിങ് ഫോൺ 2Aയും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. സോ എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ എന്ന് പറയുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്.
ഈ 4 ഫോൺസാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഫോൺസ് എന്ന് പറഞ്ഞാൽ. സോ ഇത് കൂടാതെ വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഫോൺ താഴെ കമൻറ്റ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.